മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഒരു ഹോട്ടലായി മാറിയിരിക്കുകയാണ്. ഗസ്റ്റായിട്ട് മുൻ സീസണുകളിലെ മത്സരാർത്ഥികളായ ശോഭ വിശ്വനാഥും ഷിയാസ് കരീമുമാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഹൗസിനുള്ളിലെ കണ്ടസ്റ്റൻസിന് പല ക്യാരക്ടറുകളും ഓൾറെഡി ബിഗ് ബോസ് നൽകിയിരുന്നു. അങ്ങനെ എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മുടെ ഷിയാസ് കരീമിനെയും ശോഭയെയും വെൽക്കം ഒക്കെ ചെയ്തു. ശോഭ മെയിനായിട്ടും ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് വന്നതുപോലെയാണ് നമുക്ക് ശോഭയുടെ ഓരോ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാവുന്നത്. പിന്നെ അത്തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ലക്ഷ്മിയുടേത്. ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് തന്നെ ശോഭ പറ്റുന്ന സമയത്തൊക്കെ നമ്മുടെ ലക്ഷ്മിക്കിട്ടും പണി കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ലക്ഷ്മിയോട് പോയി ഒന്ന് കുളിച്ചിട്ട് വരൂ, അഴുക്കൊക്കെ കഴുകിയിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിനെ കുളിക്കാൻ വിടുന്നു. ഒരു തവണയല്ല, എനിക്ക് തോന്നുന്നു 3 തവണയാണ് ശോഭ ലക്ഷ്മിയെ കുളിക്കാൻ വിടുന്നത്. അതുപോലെ തന്നെ തറയിൽ ഛർദി കിടക്കുന്നു എന്നും പറഞ്ഞ് തറ തുടപ്പിക്കുന്നു. അതായത് ലക്ഷ്മിയാണ് ഈ BB ഹോട്ടലിൻ്റെ ജനറൽ മാനേജർ. GM ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം ലക്ഷ്മിക്ക് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ലക്ഷ്മിയുടെ മുമ്പിൽ വെച്ച് ആദിലെ കൊണ്ട് നൂറെ പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്നു, ഹഗ് ചെയ്യിപ്പിക്കുന്നു, കിസ് ചെയ്യിപ്പിക്കുന്നു. ലക്ഷ്മിക്ക് മാത്രമല്ല കേട്ടോ, പലർക്കും നമ്മുടെ ശോഭയും ഷിയാസും പണി കൊടുക്കുന്നുണ്ട്. എങ്കിലും മെയിനായിട്ട് ലക്ഷ്മിക്കാണ് പണി കൊടുക്കുന്നതെന്ന് മാത്രം. കൂടാതെ നമ്മുടെ സിഗരറ്റ് റൂം, അതായത് സ്മോക്കിംഗ് റൂം ശോഭ അടച്ചു പൂട്ടിയിടുന്നു. പിന്നെ ബെഡ്റൂം ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ശോഭ ചെല്ലുമ്പോൾ അവിടെ ബെഡിലെ പാവയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ശോഭ ചോദിക്കുന്നത് ഇത് ഡേ കെയർ ആണോ അതോ 5 സ്റ്റാർ ഹോട്ടൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതിനിടയിൽ ഷിയാസ് കരീം നമ്മുടെ അനുമോളുടെ പ്ലാച്ചി പാവേനെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്നും അതിനെ പുറത്താക്കിയിരിക്കുകയാണ്. സാബുമാനിട്ടും കൊടുക്കുന്നുണ്ട് നമ്മുടെ ശോഭ. തിന്നാൻ മാത്രം വാ തുറന്നാൽ പോരാ, ഇനിയെങ്കിലും വാ തുറക്കണം എന്നൊക്കെ നമ്മുടെ സാബുമാനോട് പറയുന്നു. അതുപോലെ തന്നെ ജിസൈലിനോടും ശോഭയ്ക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ജിസൈലിന് പേഴ്സണൽ സെക്രട്ടറി പോലെ, അതായത് സെക്യൂരിറ്റി ആണ് ഓൾറെഡി ജിസൈൽ. എങ്കിലും ശോഭയുടെ കൂടെ തന്നെ ജിസൈലിനെ നിർത്തുന്നു. അതായത് ശോഭ കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു, അത് നോക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞ് ആര്യനെയും ജിസൈലിനെയും ശോഭയുടെ കൂടെ തന്നെ നിർത്തുന്നു. പക്ഷെ ജിസൈൽ വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ശോഭ 2-3 തവണ പറയുന്നുണ്ട്, എന്താണ് സംസാരിക്കില്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കരുതെന്ന് ടാസ്ക് തന്നിട്ടുണ്ടോ, നമുക്ക് സംസാരിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ജിസൈലിനോട് ചോദിക്കുന്നു. ജിസൈലും ഞാൻ സംസാരിക്കും, എനിക്ക് കുറച്ച് സമയം വേണം, കുറച്ച് ഇൻട്രോവേർട്ടാന്നൊക്കെ പറയുന്നു. എന്തായാലും ശോഭ പിന്നീട് സംസാരിക്കുന്നുണ്ട് ജിസൈലിനോട്. അതിനിടയിൽ റെന ഫാത്തിമ നമ്മുടെ ശോഭയോട് പറയുന്നത്, മേഡത്തിന് ബോറടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിന്നിയെ വിളിച്ച് 2 കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാമെന്നാണ്. അങ്ങനെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടികളായിട്ടും ലക്ഷ്മിക്ക് കുറച്ച് പണികളൊക്കെ കൊടുത്ത് ബിഗ് ബോസ് ഹൗസ് BB ഹോട്ടലായി മാറിയിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.